ദൈവനാമം മഹത്വമുണ്ടാവട്ടെ. 1 കൊരിന്ത്യർ അധ്യായം 2 വാക്യം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചുപോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടെ ജ്ഞാനമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് തന്നെ ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ സുവിശേഷം എന്താണ് പറയുന്നത്? അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സുവിശേഷം ഇവിടെ വ്യക്തമായി പറയുന്നത് തന്നെ. ആ സുവിശേഷത്തെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ജ്ഞാനം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. കാരണം ലോകത്തിന്റെ ജ്ഞാനം ഒരിക്കൽ നശിച്ചു പോകുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം ഒരിക്കൽ നശിച്ചു പോകും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സുവിശേഷം അത് കാലങ്ങളായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി ഇവിടെ സുവിശേഷീകരിക്കപ്പെടുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.